പ്രൈസ് ദി ലോർഡ്. സ്പിരിറ്റ് ഓഫ് റിവെഞ്ച്, പ്രതികാരത്തിൻ്റെ ആത്മാവ്. ഈ പ്രതികാരത്തിൻ്റെ ആത്മാവ് ഇല്ലാത്ത മനുഷ്യരാരും ഭൂമിയിലുണ്ടാകില്ല. എന്നാൽ അവരെ പ്രതികാരത്തിൻ്റെ ആത്മാവിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അവർ രക്ഷപ്പെട്ടേ മതിയാവും. പ്രതികാരത്തിൻ്റെ ആത്മാവ് ഭൂമിയിൽ നിഷ്കരണം ചെയ്യപ്പെടണം. അതായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രതീക്ഷയും ശുശ്രൂഷയുടെ ലക്ഷ്യവും വരവിൻ്റെ ഉദ്ദേശവും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം നമ്മുടെ മുൻപിൽ കർത്താവ് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഇങ്ങോട്ട് അടുത്തു വരുവീൻ, ഞാൻ നിങ്ങളെ ചുംബിക്കട്ടെ. നിങ്ങൾ എനിക്ക് വിരോധമായി ചെയ്ത പാതകങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ ഇനിയും ഭാരപ്പെടണ്ട. അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കണ്ട, വിഷമിക്കണ്ട. നിങ്ങളായിട്ട് ചെയ്തതല്ല, അതൊക്കെ ദൈവം ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമ്മളെല്ലാവരും പ്രതികാരത്തിൻ്റെ ആത്മാവിന് അടിമകളാണ്. ഒരു ശിശു ജനിക്കുമ്പോൾ തന്നെ അവനിൽ പ്രതികാരത്തിൻ്റെ ആത്മാവ് പ്രാവർത്തികമാകും, പ്രവർത്തിച്ചു തുടങ്ങുന്നു. പക്ഷിമൃഗാദികളിൽ ചലിക്കുന്ന സകല ജൈവ ജന്തുക്കളിലും ജാലകങ്ങളിലും പ്രതികാരത്തിൻ്റെ ആത്മാവുണ്ട്. ഈ പ്രതികാരത്തിൻ്റെ ആത്മാവെന്ന് ഈ ഭൂമിയിൽ നിന്ന് മുറ്റുമായി തുടച്ചു മാറ്റപ്പെടുന്നു. അപ്പോൾ മാത്രമേ മനുഷ്യരുടെ ഇടയിൽ നിത്യത ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, തന്നെ ഉപദ്രവിക്കുന്നവരെ നോക്കി, അപമാനിക്കുന്നവരെ നോക്കി, തൻ്റെ മുഖത്ത് തുപ്പുന്നവരെ നോക്കി, ദൂരത്തു നിന്നുകൊണ്ട് കൈകൊട്ടി തൻ്റെ വേദനയും തൻ്റെ ശരീരത്തു നിന്നും പാഞ്ഞൊഴുകുന്നതായ ആ രക്തവും വെള്ളവും തൻ്റെ ദാഹത്തിൻ്റെ കരച്ചിലുമൊക്കെ കേട്ട് അട്ടഹസിക്കുന്ന ഒരു കൂട്ടം ശത്രുക്കളെ കണ്ടുകൊണ്ട് യേശു പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികയാൽ അവരെ ശിക്ഷിക്കരുത്, അവരോട് ദോഷമായിട്ടൊന്നും ചെയ്യരുത്. അവർ അറിഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. പ്രതികാരത്തിൻ്റെ റിവെഞ്ചിങ് സ്പിരിറ്റിനോട് യേശു പോരാടി ജയിച്ച ആ മഹൽ സംഭവം, സമയം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രതികാരത്തിൻ്റെ ചിന്ത നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു, വ്യക്തികളെ ഭിന്നിപ്പിക്കുന്നു, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നു, അപ്പനെയും അമ്മയെയും കുഞ്ഞുങ്ങളെയും സമൂഹത്തെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പ്രധാന ശത്രു പ്രതികാരത്തിൻ്റെ ആത്മാവാണ്. ഇവനെ എങ്ങനെ പിടിക്കാം? ഇവനെ എങ്ങനെ നമ്മുടെ ശിൽപ്പിടിയിൽ കൊണ്ടുവരാം? അതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന വിഷയമല്ല. നോക്കൂ, നാം ഇന്ന് വായിച്ച ആ വേദഭാഗം, യോസേഫിൻ്റെ മുൻപിൽ തൻ്റെ സഹോദരന്മാരോട് പ്രതികാരം ചോദിക്കുവാൻ നല്ല അവസരം തനിക്ക് കിട്ടി. പല പ്രാവശ്യം അവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടെ പലതും കുസൃതി എന്നോണം താൻ ചെയ്തു കാട്ടി. അവരെ കുറച്ച് വേദനിപ്പിക്കുകയും അവരെ സങ്കടപ്പെടുത്തുകയും ചെയ്തു, ആശയക്കുഴപ്പമുണ്ടാക്കി. ഇതിൻ്റെ എല്ലാം കാരണം യോസേഫിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ ഭാരം, വേദന, തന്നോട് തൻ്റെ സഹോദരന്മാർ ചെയ്ത അന്യായം. ചെറുപ്രായത്തിൽ ഒരു ബാലനായിരിക്കെ കേവലം ഒരു സ്വപ്നത്തിൻ്റെ പേര് പറഞ്ഞ്, ഒരു കുപ്പായത്തിൻ്റെ പേര് പറഞ്ഞ്, ഒരു ഉടുപ്പിൻ്റെ പേര് പറഞ്ഞ്, അല്പാഹാരത്തിൻ്റെ പേര് പറഞ്ഞ്, അല്പസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് വേദനിപ്പിച്ചതായ ആ വലിയ സംഭവം
ആ കൊച്ചു ബാലനെ അവർ പൊട്ടക്കിണറ്റിലെറിഞ്ഞു. അല്പം കഴിഞ്ഞ് ആ പൊട്ടക്കിണറ്റിൽ നിന്നും പിടിച്ചു കയറ്റി തൻ്റെ അങ്കി ഊരിയെടുത്തതിന് ശേഷം ഏതോ ഒരു പഴയ വസ്ത്രം തന്നെ ഉടുപ്പിച്ചും കൊണ്ട് മിസ്രൈമ്യ മനുഷ്യ കച്ചവടക്കാർക്ക് അവനെ കച്ചവടം ചെയ്തു. അവനെ വിറ്റ് കിട്ടിയ കാശും കൊണ്ട് അവർ സന്തോഷിച്ചു, ഉല്ലസിച്ചു, പാർട്ടി നടത്തി, വീതിച്ചെടുത്തു, കൈകൊട്ടി. അവൻ്റെ ആ ഒരു തിരോധാനം വളരെ രഹസ്യമായി അവർ ആഘോഷിച്ചു. നിറകണ്ണുകളോടുകൂടെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് കച്ചവടക്കാരുടെ ഇസ്മായിലിയരുടെ പുറകെ നടന്നുപോയതായ ആ ബാലൻ്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ചില വർഷങ്ങൾക്ക് ശേഷം മിസ്രൈമിലെ മന്ത്രിയായി, അധിപതിയായി, ധാന്യങ്ങളുടെ രാജാവായി ദൈവം അവനെ ഇരുത്തിക്കൊണ്ട് ഭൂമിയുടെ അറുതികളിൽ നിന്ന് സകല മനുഷ്യരും തൻ്റെ മുൻപിൽ കടന്നു വരുവാനുള്ള ഒരു സാഹചര്യം, ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം അവിടെ ആരംഭിച്ചു. യോസേഫിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. സഹോദരന്മാരോട് പ്രതികാരം ചെയ്യണമെന്ന് തൻ്റെ ചിന്തയുണ്ടായി. പക്ഷെങ്കിൽ പെട്ടെന്ന് തൻ്റെ മനസ്സിൽ ഒരു വലിയ ഒരു ആത്മാവ്, താൻ്റെ മിടുക്കുകൊണ്ടോ കഴിവ് കൊണ്ടോ പഠിപ്പ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അല്ല ആ സ്ഥാനത്ത് താൻ എത്തിയത്, ദൈവമാണ് എത്തിച്ചത്. തന്നേക്കാൾ ദൈവത്തിന് മുൻപിൽ പ്രാധാന്യമുള്ളത് ഒരു തലമുറയുടെ നിലനിൽപ്പാണ്. ദൈവജനത്തിൻ്റെ നിലനിൽപ്പ് അത് യോസേഫ് ഉൾക്കൊണ്ടു. പെട്ടെന്ന് അവൻ്റെ മനസ്സ് മാറി. ആ മാറ്റത്തിൻ്റെ അവസ്ഥ അവൻ തൻ്റെ മുൻപിൽ വെച്ചു. അങ്ങനെയാണ് സഹോദരന്മാരോട് പറയുന്നത്, ഇങ്ങോട്ട് അടുത്ത് വരുകയും. പ്രൈസ് ദി ലോർഡ്. പ്രതികാരത്തിൻ്റെ ആത്മാവിനെ ജയിക്കുവാൻ നമുക്ക് ദൈവം കാണിച്ചു തരുന്ന വലിയൊരു മഹത്തായ ഒരു ഉപയോഗപ്രദമായ ഒരു സാഹചര്യം. അവസരങ്ങൾ ഉണ്ടായിട്ടും പ്രതികാരം ചെയ്യാതെ അവരോട് ഇങ്ങോട്ട് അടുത്ത് വരികയും ഞാൻ നിങ്ങളെ ചുംബിക്കട്ടെ എന്ന് ഒരു മനുഷ്യന് പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ നിരപ്പിൻ്റെ ശുശ്രൂഷ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയോട് ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, നടിച്ചുവർ, വേർപാടിൻ്റെ നടിച്ചുവർ. അപ്പോൾ ഈ വേർപാടിൻ്റെ നടിച്ചുവർ എന്ന് പറഞ്ഞാൽ ഇരുപക്ഷങ്ങളുടെയും നടുവിൽ ഒരു ചുവരുണ്ട്. ആ ചുവർ പല രീതിയിലും, പല വേഷത്തിലും, പല ഭാവത്തിലും, പല ഭാഷയിലും, പല സ്വരൂപങ്ങളിലും നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ ഉറങ്ങിക്കൊണ്ടിരിക്കും. നമ്മോടൊപ്പം രാപാർക്കും. നമ്മുടെ ഭവനത്തിൽ സുഖത്തോടെ നമ്മുടെ കട്ടിലിൽ കിടന്നുറങ്ങും. നമ്മുടെ തീന്മേശയിൽ അവൻ പങ്കെടുക്കും. അടുക്കളയിൽ അവൻ പ്രവർത്തിക്കും. ജോലി മേഖലകളിൽ, കൃഷിസ്ഥലങ്ങളിൽ അവൻ വളരെ ശക്തിയോടുകൂടെ ചില ചാലകങ്ങൾ അവൻ കാണിക്കും. അവനെ പുറത്താക്കുവാൻ നമ്മുടെ കയ്യിൽ പ്രത്യേകമായി ഉപകരണങ്ങൾ ഒന്നുമില്ല. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ജ്ഞാനം, ഇങ്ങോട്ട് അടുത്ത് വരികയും. നമ്മൾ അങ്ങനെ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മളിൽ പ്രതികാരത്തിൻ്റെ ആത്മാവിനോട് പോരാടുവാൻ ശക്തിയുള്ള യോദ്ധാക്കളായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മെ ഉപദ്രവിക്കുന്നവരോടും അപമാനിക്കുന്നവരോടും നമ്മുടെ മുടിവിനെ കാത്തു കഴിയുന്ന ചിലരോടും നമുക്ക് പറയുവാൻ കഴിയുമോ, സഹോദര, സഹോദരി, ഇങ്ങോട്ട് അടുത്ത് വരൂ, എന്നോടൊപ്പം ഭക്ഷിക്കൂ, ഞാൻ നിങ്ങളെ ആശ്ലേഷിക്കട്ടെ, നിങ്ങൾ എന്നോടൊപ്പം ഭക്ഷിക്കാതിരിക്കത്തക്കവണ്ണം നിങ്ങളുടെ മനസ്സിൽ ഭയമായി വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അപകർഷതാബോധം, പരിഹാസത്തിൻ്റെ ആത്മാവ്, വെറുപ്പിൻ്റെ ആത്മാവ്, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കാര്യമാക്കാണ്ട. നിങ്ങളായിട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾ സ്വതവേ എനിക്ക് വിരോധമായി കൊണ്ടുവരുന്ന കാര്യങ്ങളല്ലത്. എന്നെ താഴ്ത്തിക്കളയുവാൻ സർവശക്തന് ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക, ഞാൻ കഷ്ടത്തിൽ തികഞ്ഞവനാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിരപ്പിൻ്റെ ശുശ്രൂഷ ഒരു മനുഷ്യനിൽ പ്രാവർത്തികമാകുമ്പോഴാണ് അവൻ ദൈവ പൈതലായി തീരുന്നത്. ദൈവം നമ്മെ രക്ഷിക്കുന്നു,
ദൈവം നമ്മെ നടത്തുന്നു, ദൈവം നമ്മെ നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളതെല്ലാം നാം ലോകത്തിൻ്റെ മുൻപിൽ കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കപ്പെടണം. മനുഷ്യജാതിയുടെ ആരംഭം മുതൽ, ഇല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതൽ ഒരു കൊച്ചു കുഞ്ഞിൽ പോലും, ശിശുവിൽ പോലും അടിഞ്ഞുറങ്ങുന്നതായ ഒരു പ്രതികാരത്തിൻ്റെ ആത്മാവിൻ്റെ ചിന്ത അവൻ വളർന്ന് വളർന്ന് നമ്മളെക്കാട്ടിലും ശക്തരായിത്തീരുന്നു. നാം ബലഹീനരാകും തോറും പ്രതികാരത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ആ ആത്മാവിനെ അങ്ങനെ വിട്ടു തന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും. യോസേഫ് തൻ്റെ സഹോദരന്മാരോട് കാണിക്കുന്നതായ ആ വലിയൊരു ജ്ഞാനം, ദൈവത്തിൽ നിന്ന് കൊടുത്തതായ വിവേകം, സഹോദരന്മാരെ, ശത്രുക്കളായ സഹോദരന്മാരോട്, തന്നെ ഉപദ്രവിച്ചവരോട്, തന്നെ അപമാനിച്ചവരോട്, തന്നെ വേദനിപ്പിച്ചവരോട്, തൻ്റെ തിരോധാനം കണ്ട് കൈകൊട്ടി ഘോഷിച്ചവരോട് അവനും പറയുകയാണ്, സാരമില്ല, നിങ്ങളല്ല അത് ചെയ്തത്, ഇങ്ങോട്ട് അടുത്ത് വരുവേ. നമ്മളാണെങ്കിൽ പറയും, അവൻ വരുന്നെങ്കിൽ വരട്ടെ, വന്നില്ലെങ്കിൽ ആരാണ് അവൻ്റെ വീട്ടിൽ പോകുന്നത്? ആരാണ് അവനെ ഇത്രത്തോളം സ്വാഗതം ചെയ്യുന്നത്? അവൻ എന്നോട് ചെയ്തത് അറിയില്ലേ എന്നൊക്കെ നമ്മൾ ഭാരപ്പെട്ടേക്കാം. അങ്ങനെ ഭാരപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രതികാരത്തിൻ്റെ ആത്മാവ് വീണ്ടും ഒരു പുതുവേഷം കെട്ടുകയാണ്. പുതിയ രൂപം, പുതിയ സ്വഭാവത്തിന് രൂപം കൊടുത്തുകൊണ്ട് നമ്മെ വഞ്ചിക്കുകയാണ്. ഇല്ല, നമുക്ക് ആ വഞ്ചനയിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചതായ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഇരു വിഭാഗങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ആ ശക്തിയോട് നിൽക്കുന്ന നടിച്ചുവർ ഇടിക്കണം. അതിനെ ഇടിച്ചു കളയുവാൻ ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കണം. ആ ജ്ഞാനമോ യോസേഫിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയുന്ന ആ സധൈര്യം, ദൈവസന്നിധിയിൽ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം വിട്ടുകളയരുത്. ഇങ്ങനെയൊന്ന് പറയുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകുമ്പോൾ സകലതും നമ്മുടെ മുൻപിൽ ഇതാ തുറക്കപ്പെടുന്നു. അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കുന്നു. നിത്യതയിലേക്കുള്ള യാത്രയുടെ പ്രാരംഭം, നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യതയുടെ ആരംഭത്തിന് അപ്പോൾ നാന്ദി കുറിക്കുകയാണ്, തുടക്കമിടുകയാണ്, ആരംഭമിടുകയാണ്. ആ വഴികളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എത്ര വലിയ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതകളാണെങ്കിലും അവിടെയൊക്കെയും സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രത്യാശയും സ്നേഹവും നമ്മെ അനുധാവനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഉപദേശം തരും. ഇതാണ് വഴി, ഇതിലേ പോകുക, ഇവിടെയാണ് സമാധാനം, ഇവിടെയാണ് നിത്യജീവൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരന്മാരെ, ഇങ്ങോട്ട് അടുത്ത് വരുവേ, ഞാൻ നിങ്ങളെ ചുംബിക്കട്ടെ. നിങ്ങൾ എനിക്ക് നിന്നോട് ചെയ്തതായ, ഞങ്ങളോട് ചെയ്ത, എൻ്റെ കുടുംബത്തോട് ചെയ്ത, എൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്ത, എൻ്റെ മാതാപിതാക്കളോട് ചെയ്ത, എൻ്റെ പ്രിയപ്പെട്ടവരോട് ചെയ്തതൊന്നും നിങ്ങളായിട്ട് ചെയ്തതല്ല, ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്. എന്നെ ദൈവം ഇഷ്ടപ്പെടുന്നതിനാൽ എന്നോടുള്ളതായ ഉപദ്രവത്തിൻ്റെ മുൻപിൽ ഞാൻ കലങ്ങിപ്പോകാതെ ഞാൻ നിൽക്കേണ്ടതിന് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ പാതകളാണ്. ഈ ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നിത്യതയുടെ വഴികൾ, സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പെരുവഴികൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുന്നു. ആ പെരുവഴികളിൽ കൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു വലിയ ഒരവസരം, ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഈ വചനം മുഖേനയായി നൽകപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.